ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹര നമ പാർവതീപതയേ, ഹര ഹര മഹാദേവ സർവത്ര ദേവീ നാമസങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേത് സർവവിഘ്നോപശാന്തയേ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം മദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യക്കർണാഞ്ജലി സമ്പുടൈരഹർഹ സമ്യക് പിതദ്യാദരൻ വാത്മീകേർവദനാരവിന്ദഗലിതം രാമായണാഖ്യം മധും ജന്മവ്യാധിജരാവിപത്തിമരണൈരത്യന്തസോപദ്രവം. സംസാരം സവിഹായ ഗച്ഛതി പുമാൻ വിഷ്ണോപദം ശാശ്വതം. തദുപദസമാസന്ധിയോഗം സമമധുരോപനാദാർത്ഥവാക്യബദ്ധം. രഘുവരചരിതം മുനിപ്രണീതം ദശഗിരസച്ചവധം നിശാമയത്വം. വാൽമീകിഗിരിസംബോധാ രാമസാഗരഗാമിനി പുനാദു ഭവനം പുണ്യാ രാമായണ മഹാനദി. ശ്ലോകസാരജലാകീർണം സ്വർഗകല്ലോലസങ്കുലം കാണ്ഡഗ്രാഹമഹാമീനം വന്ദേ രാമായണാർണവം. വേദവേദ്യേ പരേ പുംസി ജാതേ ദശരഥാത്മജേ വേദപ്രാജേതസാദാസീൻ സാക്ഷാത് രാമായണാത്മനാം. വൈദേഹീ സഹിതം സുഭദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനെ മണിമയേ വീരാസനെ സുസ്ഥിതം. അഗ്രേ വാജയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം. രാമം ഭജേ ശ്യാമളം. വാമേ ഭൂമിസുതാ പുരഞ്ജ ഹനുമാൻ പഞ്ചാത് സുമിത്രാസുതാ ശത്രുഘ്നോ ഭരതജ്ഞ പാർശ്വദലയോർവായുവാദികോണേഷു ച. സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ. മധ്യേ നീലസരോജകോമലരുചിം രാമം ഭജേ ശ്യാമളം. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായേ. നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. വാൽമീകിർമുനിസിംഹസ്യ കവിതാവനചാരിണ ശൃണ്വൻ രാമകഥാനാദം കോ ന യാതി പരാം ഗതിം. ശ്രീമദ് വാൽമീകി രാമായണം ബാലകാണ്ഡ അഥ പഞ്ചാശത്സർഗ ജനക സമാഗമം. തതപ്രാഗുത്തരാം ഗത്വാ രാമഃ സൗമിത്രിണാ സഹ വിശ്വാമിത്രം പുരസ്കൃത്യ യജ്ഞമാടമുപാഗമൻ. രാമസ്തു മുനിശാർദൂലം ഉവാച സ ലക്ഷ്മണ സാധി യജ്ഞസമൃദ്ധി ജനകസ്യ മഹാത്മനാം. ബഹുനീകസഹസ്രാണി നാനാദേശനിവാസിനം ബ്രാഹ്മണാനാം മഹാഭാഗവേദാധ്യായനശാലിനം. ഋഷിവാടാശ്ച ദൃശ്യന്തെ ശകടീശതസങ്കുലാം. ദേശോ വിധീയതാം ബ്രഹ്മൻ യത്ര ഗച്ഛാമ്യഹേ വയം. രാമസ്യ വചനം ശ്രുത്വാ വിശ്വാമിത്രോ മഹാമുനി വിവേദമകരോദ്ദേശേ വിവിക്തേ സലിലന്യതേ. വിശ്വാമിത്രമനുപ്രാപ്തം ശ്രുത്വാ സ നിവൃതിസ്തദാ ശതാനന്ദം പുരസ്കൃത്യ പുരോഹിതമനിന്ദിതം. പ്രത്യുജ്ജഗാമ സഹസാ വിനയേന സമന്വിത നൃത്തിജോപി മഹാത്മാനസ്തുത്യമാദായ സത്വരം. വിശ്വാമിത്രായ ധർമ്മേണ ദദുർമന്ത്രപുരസ്കൃതം പ്രതിഗൃഹ്യതു താം പൂജ്യാം. ജനകസ്യ മഹാത്മന പപ്രച്ഛ കുശലം രാജ്ഞോ യജ്ഞസ്യ ച നിരാമയം. താച്ഛാംപി മുനിൻ പൃഷ്ട്വാ സോപാധ്യായ പുരോധസാം. യഥാ ന്യായം തതഃ സർവേ സമാഗച്ഛത് പ്രഹൃഷ്ടവൻ. അധ രാജാ മുനിശ്രേഷ്ഠം കൃതാഞ്ജലിരഭാഷത. ആസനെ ഭഗവാനാസ്താം സഹൈഭിർമുനിപുങ്കവൈ. ജനകസ്യ വചഃ ശ്രുത്വാ നിഷസാദ മഹാമുനിം. പുരോധാരുചൈവ രാജാ ച സഹമന്ത്രിഭിः ആസനേഷു യഥാ ന്യായമുപുഷ്ടൻ സമന്തതാം. ദൃഷ്ട്വാ സ നിവൃതിസ്തത്ര വിശ്വാമിത്രമഥബ്രവീൻ. ആദ്യയജ്ഞസമർത്ഥ മേ സഫലാ ദൈവതേ കൃതാം.
അദ്യയജ്ഞഫലം പ്രാപ്തം ഭഗവദ്ദർശനാന്മയാം ധന്യോസ്മനുഗൃഹീതോസ്മി യസ്യ മേ പുരിമുംഗവാം യജ്ഞോപസദനം ബ്രഹ്മൻ പ്രാപ്തോസി മുനിഭിः സഹാം ദ്വാദശാഹം തു ബ്രഹ്മശ്രേ ശേഷമാഹുർമനീഷിണാം തതോ ഭാഗാധിനോ ദേവാൻ ദ്രഷ്ടുമർഹസി കൗശികാം ഇത്യുക്താം നിശാർദൂലം ഭ്രഷ്ടവദനസ്തദാം പുനസ്തം പരിവപ്രച്ഛ പ്രാഞ്ജലി പ്രണതോ നൃപാം ഇമൗ കുമാരോ ഭദ്രം തേ ദേവതുല്യ പരാക്രമോ ഗജസിംഹ ഗദീവീരോ ശാർദൂല വൃഷഭോപമോ പത്മപത്ര വിശാലാക്ഷോ ഖഡ്ഗതൂണീധനുർധരോ അശ്വിനാരൂപേണ സമുപസ്ഥിത യൗവനോ യദൃച്ഛയേവ ഗാം പ്രാപ്തോ ദേവലോകാധിവാമരോ കഥം പജ്ഞാമിഹ പ്രാപ്തോ കിമർത്ഥം കസ്യ വാ മുനേ വനായുധരോ വീരോ കസ്യ പുത്രോ മഹാമുനേ പൂഷയന്തായുമം ദേശം ചന്ദ്രസൂര്യാവിവാംബരം പരസ്പരസ്യ സദൃശോ ബ്രാഹ്മണേംഗിതചേഷ്ടിതേ കാകപക്ഷതരോ വീരോ സോതുമിച്ഛാമി വക്തുതാം തസ്യ തദ്വചനം ശ്രുത്വാ ജനകസ്യ മഹാത്മനാ നിവേദയമേയാത്മാ പുത്രോ ദശരഥസ്യതോ സിദ്ധാശ്രമനിവാസം ച രാക്ഷസാനാം വധം ദദാം തച്ഛാഗമനവ്യഗ്രം വിശാലായാശ്ച ദർശനം അഹല്യാദർശനം ജൈവ ഗൗതമേന സമാഗമം മഹാധനുഷി ജിജ്ഞാസാം കർത്തുമാഗമനം ദതാം ഏതത് സർവം മഹാതേജ ജനകായ മഹാത്മനെ നിവേദ വിരരാമാഥ വിശ്വാമിത്രോ മഹാമുനി ഇത്യാശ ശ്രീമദ് രാമായണേ വാൽമീകിയാദികാവേ ചതുർവിംശതി സഹസ്രികായാം സംഹിതായാം ബാലകാണ്ഡേ ജനകസമാഗമോ നാമ പഞ്ചാശസർഗ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ജയ ജയ ശ്രീ മഹാദേവിയേ നമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ജയ ജയ ശ്രീ മഹാദേവിയേ നമ അഥ ഏകപഞ്ചാശസർഗ വിശ്വാമിത്രവൃത്തം തസ്യ തദ്വചനം ശ്രുത്വാ വിശ്വാമിത്രസ്യ ധീമതാ സൃഷ്ടുരോ മഹാതേജാശദാനന്ദോ മഹാദപാം ഗൗതമസ്യ സുതോ ജ്യേഷ്ഠത്തപസാദോദിതപ്രഭാം രാമസംദർശനാദേവ പരം വിസ്മയമാഗതാം സതോ നിഷണ്ണോ സംപ്രേക്ഷ്യ സുഖാസീനോ നൃവാത്മജോ ശദാനന്ദോ മുനിശ്രേഷ്ഠം വിശ്വാമിത്രമുജാബ്രവീം അവിദേ മുനിശാർദൂല മമ യാതാ യശസ്വിനി ദർശിതാ രാജപുത്രായ തപോ ദീർഘമവാഗതാം അഭിരാമേ മഹാതേജ മമ മാതാ യശസ്വിനി വന്യരൂപാ ഹരത് പൂജാം പൂജാർഹേ സർവദേഹിനം അഭിരാമായ യഥാവൃത്തം പുരാതനം മമ മാതുർമഹാതേജോ ദൈവേന ദുരനുഷ്ഠിതം അഭികൗശികഭദ്രം ദേ ഗുരുണാ മമ സംഗതാം മാതാ മമുനിശ്രേഷ്ഠ രാമസംദർശനാദിതാം അഭിമേ ഗുരുണാ രാമ പൂജിത കുശികാത്മജാം ഇഹാഗതോ മഹാതേജ പൂജാം പ്രാപ്തോ മഹാമനാം അഭിശാന്തേന മനസാ ഗുരുർമേ കുശികാത്മജാം ഇഹാഗതേന രാമേണ പ്രേതേനാഭിവാദിതാം തച്ഛുത്വാ വചനം തസ്യ വിശ്വാമിത്രോ മഹാമുനി പ്രത്യുവാച സദാനന്ദം വാക്യജ്ഞോ വാക്യഗോവിദം നാദിക്രാന്തം മുനിശ്രേഷ്ഠ യത്കർത്തവ്യം മയം കൃതം മയാം സംഗതാ മുനിനാ പത്നി ഭാർഗവേണൈവ രേണുകാം തച്ഛുത്വാ വചനം സത്യവിശ്വാമിത്രസ്യ ധീമതാ സദാനന്ദോ മഹാതേജ രാമം വചനമബ്രവീൻ സ്വാഗതം തേ നരശ്രേഷ്ഠ ദൃഷ്ട്യാ പ്രാപ്തോസി രാഘവാം വിശ്വാമിത്രം പുരസ്കൃത്യ മഹർഷിമപരാജിതം ആചിന്യകർമാദവസാ ദുർമർഷിരതുരപ്രഭാ വിശ്വാമിത്രോ മഹാതേജ വേത്സ്യനം ബ്രഹ്മാംഗതിം നാസ്തി ധന്യതരോ രാമാ ദൃത്വാനോ ഭൂതം ഗോപ്താ കുശികപുത്രസ്തേ യേന പ്രപ്തം മഹാത്തപാം ശ്രൂയതാഞ്ചാവിധാസ്യാമി കൗശികസ്യ മഹാത്മനാ യഥാബലം യഥാവൃത്തം തന്മേന കൃതഃ ശൃണു രാജസീദേശ ധർമാത്മാ ദീർഘകാലമരിന്ദവ ധർമ്മജ്ഞകൃതവിദ്യശ്ച പ്രജാനാം ച ഹിതേരതാം പ്രജാപതിസുതശ്ചാസീത് കുശോ നാമ മഹീപതീം കുശസ്യ പുത്രോ ബലവാൻ കുശനാവസുധാർമിക കുശനാവസുതസ്താസീൻ ഗാധിരീത്യേവ വിശ്രുതാം ഗാധവ പുത്ര മഹാദേവ വിശ്വാമിത്രോ മഹാമുനി വിശ്വാമിത്രോ മഹാദേവ പാലയാമാസ മേദിനിം ബഹുവർഷസഹസ്രാണി രാജാ രാജ്യമകാരയൻ കഥാചിത്തു മഹാദേജ യോഗയോജയിത്വാ വരൂധിനിം അക്ഷൗണി പരിവൃതാ പരിചക്രാമേദിനിം നഗരാണി ച രാഷ്ട്രാണി സരിതസ്ഥ തഥാഗിരിം ആശ്രമാൻ ക്രമശോ രാമ വിചരന്നാജകാമഹാം വസിഷ്ഠസ്യാശ്രമപദം നാനാവൃക്ഷസമാകുലം നാനാമൃഗാനാകീർണം ചിത്രചാരണസേവിതം ദേവദാനവഗന്ധർവേ കിന്നരൈരൂപരശോഭിതം പ്രചണ്ഡഹരിണാകീർണം ദ്വിജസംഘനിഷേവിതം ബ്രഹ്മർഷിഗണസങ്കീർണം ദേവർഷിഗണസേവിതം തവച്ചരണസിദ്ധേ സംസിദ്ധൈരഗ്നികൽപ്പൈർമഹാത്മവീം അഭക്ഷേർ വായുഭക്ഷൈശീർണവർണാശനൈസ്തഥാ ഫലമൂലാശനൈർദാന്തൈർജിതരോഷൈർജിതേന്ദ്രിയം ഋഷിഭിർവാലനി
ബാലകില്യൈവ ജപഹോമപരായണേ അന്യവൈഖാനസൈശ്ചൈവ സമന്താദുപദശോഭിതം വസിഷ്ഠാശ്രമപദം ബ്രഹ്മലോകമുപാവരം ദദർശ ജേതാം ശ്രേഷ്ഠോ വിശ്വാമിത്രോ മഹാബല ഇത്യാശ്രയ ശ്രീമദ് രാമായണേ വാൽമീകിയാദികാവ്യേ ചതുർവിംശതിസഹസ്രകാല സംഹിതായാം ബാലകാണ്ഡേ വിശ്വാമിത്രവൃത്തം നാമ ഏകപഞ്ചാശ സർഗ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ജയ ജയ ശ്രീ മഹാദേവിയേ നമ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഹര നമഃ പാർവതീ പതയേ ഹര ഹര മഹാദേവ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ജയ ജയ ശ്രീ മഹാദേവിയേ നമ. അഥ ദ്വിപഞ്ചാശ സർഗവസിഷ്ഠാദിത്യം തം ദൃഷ്ട്വാ പരമപ്രീതോ വിശ്വാമിത്രോ മഹാബല പ്രണം വിധിനാ വീരോ വസിഷ്ഠം ജപതാം വരം സ്വാഗതം തവ ചേത്യുക്തോ വസിഷ്ഠേന മഹാത്മന ആസനം ജാസി ഭഗവാൻ വസിഷ്ഠോ വ്യാധിദേശഃ ഉപവിഷ്ടായ ച തഥാ വിശ്വാമിത്രായ ധീമതേ ധാന്യായം മുനിവര ഫലമൂലാന്യവാഹരൻ പ്രതിഗൃഹ്യ ച താം പൂജ്യാം വിശിഷ്ടാദ്രാജസപ്തമാം തപോഗ്നിഹോതശിഷ്ടേഷു കുശലം പരിപച്ഛതാം. വിശ്വാമിത്രോ മഹാദയ വനസ്പതിജനയേ തഥാ സർവത്ര കുശലം പ്രാഹ വസിഷ്ഠോ രാജസത്തമം സുഖോപുഷ്ടം രാജാനാം വിശ്വാമിത്രം മഹാദവ പപ്രച്ഛ ജപതാം സൃഷ്ടോ വസിഷ്ഠോ ബ്രഹ്മണസുതാം. കച്ചിത്തെ കുശലം രാജൻ കച്ചിത് ധർമ്മേണ രഞ്ജയൻ പ്രജാപാലയ സേവീര രാജവൃത്തേന ധർമ്മികാം കച്ചിത്തെ സമ്പ്രദാപർത്യ കച്ചിത് തിഷ്ടന്തി ശാസനേ കച്ചിത്തെ വിജാ സർവേ രിപുസൂദനാം കച്ചിത് ബലേഷു കോശേഷു മിത്രേഷു ച പരന്തവാം കുശലം തേ നരവ്യാഘ്രപുത്രപുത്രേതവാനകാം സർവത്തകുശലം രാജാ വസിഷ്ഠം പ്രത്യുദാരഹൻ വിശ്വാമിത്രോ മഹാദയ വസിഷ്ഠം വിനയാന്വിതം കൃതോ സുചിരം കാലം ധർമ്മിഷ്ഠോദാ കഥാശുഭാം മുദോ പരമയാ യുക്തോ പ്രിയേതാം തൗ പരസ്പരം തദോ വസിഷ്ഠോ ഭഗവാൻ കഥാന്തേ രഘുനന്ദന വിശ്വാമിത്രമിദം വാക്യം ഉവാച പ്രഹസന്നിവാം ആദിത്യം കർത്തുമിച്ഛാമി വിലാസാസ്യ മഹാബലാം തൈവ ചൈവ പ്രമേയസ്യ യഥാർഹം സംപ്രതീക്ഷമേ തത് സത്ക്രിയാം തു ഭവേനേതാം പ്രീതയേച്ചു മയോദ്യതാം രാജസ്ത്വം അതിഥിശ്രേഷ്ഠ പൂജനീയ പ്രയത്നതാം ഏവമുക്തോ വസിഷ്ഠേന വിശ്വാമിത്രോ മഹാമതി കൃതമിത്യമബ്രവീത് രാജാ പൂജവാക്യേന മേ ത്വയാം ഫലമൂലേന ഭഗവാൻ വിദ്യതേ തവാശ്രമേ പാദ്യേനാമജനീയേന ഭവദ്ദർശനേന ചാം സർവഥാ ച മഹാപ്രജ്ഞാ പൂജാർഹേണ സുപൂജിത ഗമിഷ്യാമി നമസ്തേ തു മൈത്രേണേശ്വസ്യ ചക്ഷുഷാം ഏവം ബ്രുവന്തം രാജാനാം വസിഷ്ഠം പുനരേവ ഹൈം ന്യന്മന്ത്രയത ധർമാത്മാ പുനഃപുനരുദാരഥീം ബാഢമിത്യേവ ഗാഥേയ വസിഷ്ഠം പ്രത്യുവാചഃ യഥാ പ്രിയം ഭഗവത് തഥാസ്തു മുനിസത്തമാം യവമുക്തോ മഹാദയ വസിഷ്ഠോ ജപദാംബരാം ആജുഹാവ തദ പ്രീത കൽമാഷീം ദൂതമൽമഷാം ये हे हि शबले क्षिप्रं शृणु चापि वचो मम सबलस्य राजर्षे कर्तुं व्यवसितोऽस्म्यहं भोजनेन महार्हेण सत्कारं संविदत्सु मे यस्य यस्य यथाकामं षडशेष्वभिभूजितम् षड्वर्षेष्वभिभूजितं तद्वर्षं कामधुक्षिप्रम् अभिवर्षकृते मम रसनानेन पानेन लेखे च क्षेण संविदम् अन्नानां निजयं सर्वं सृजस्व शबले तुरा इत्यार्षे श्रीमद् रामायणे वाल्मीकियादिकाव्ये चतुर्विंशतिसहस्रकाय संहितायां बालकाण्डे वसिष्ठादिति नाम द्विपञ्चाश सर्ग सर्वत्र देवी नाम संकीर्तनं जय जय श्री महादेवी नमः. हरे राम 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 हरे 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 कृष्ण 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 हरे हरे हर नमः पार्वती पतये हर हर महादेव सर्वत्र देवी नाम संकीर्तनं जय जय श्री महादेवी नमः. अथ त्रिपञ्चाश सर्ग शबला निष्क्रियम् एवमुक्ता वसिष्ठेन शबला शतसूदना विदधे कामधू कामान् यस्य यस्य सथेप्सितम् इच्छून्मधुं सदा लाजान् मयरेयांश्च रासवान् पानानि च महार्हाणि भक्ष्यांसो वजांस्तदाम् उष्णाढ्य सौदनस्यात्र राशयः पर्वतोमा मृष्टानन्यानि सूपाश्च दधिविल्यास्तदैवजाम् नानासाधुरसानां च षडपानां तथैवजाम् भाजनानि सुपूर्णानि गौडानि च महासहस्रजाम् सर्वमासीत् ससन्तुष्टम् हृष्टपुष्टजनायुधम् विश्वामित्रबलं राम वसिष्ठेनाभितर्पितम् विश्वामित्रो विराजर्षि हृष्टपुष्ट सदा भवन् सान्धपुरवरो राजा सब्राह्मणपुरोहितम् सामात्यो मन्त्रसहिता सभृत्य पूजितस्तदा युक्तपरमहर्षेण वसिष्ठमिदमब्रवीत् पूजितोऽहं त्वया ब्रह्मन् पूजार्हेण सुसत्कृतः श्रूयतामभिधास्यामि वाक्यं वाक्यविशारदाम् गवां शतसहस्रेण दीयतां शबला मम रत्नं हि भवन्नेतत्
രത്നഹാരീ ച പാർത്ഥിവാം തസ്മാന്മേ ശബലാം ദേഹി മമൈഷാ ധർമ്മദോദിജാം ഏവമുക്തസ്തു ഭഗവാൻ വസിഷ്ഠോ മുനിസത്തമ വിശ്വാമിത്രേണ ധർമാത്മാ പ്രത്യുവാച മഹീപതിം നാഹം ശതസഹസ്രേണ നാഭിക്കോടിശതൈർഗവാം രാജൻ ദാസ്യാമി ശബലാം രാജിഭീ രാജതസ്യ വാം ന പരിത്യാഗമർഹേയം അരിന്ദമാം ദാശാശ്വതീ സബലാസ്മഹ്യം കീർത്തിരാത്മവദോ യഥാം അസ്യാം ഹവ്യം ച ഖവ്യം ച പ്രാണയാത്രാ തഥൈവ ച ആയത്തമഗ്നിഹോത്രം ച ബലേർഹോമസ്തഥൈവ ച സ്വഹാകാരവസത്കാരോ വിദ്യാശ്ച വിധാസ്തുതാം ആയത്തമത്ര രാജർഷേ സർവമേതന്ന സംശയ സർവസ്വമേതത് സത്യേന മമ തുഷ്ടീകരീ സദാം കാരണൈർബഹുവിരാജൻ അദാസ്യേ ശബലാം തവാം വസിഷ്ഠേന വിമുക്തസ്തു വിശ്വാമിത്രോ അബ്രവീത് തദാം സംരക്തദ്രവത്യർത്ഥം വാക്യം വാക്യവിശാരദ ഹരണ്യകക്ഷാഗ്രവേയാൻ സുവർണാങ്കുശഭൂഷിതാൻ ദദാമി കുഞ്ചരാം സ്തേഹം സഹസ്രാണി ചതുർദശ ഹൈരണ്യാനാം രഥാനാം ദേ ശ്വേതാശാനാം ചതുർയുജാം ദ്രാമേദേശതന്യഷ്ടോ കിങ്കണീകവിഭൂഷിതാൻ ഹയാനാം ദേശജാതാനാം കുലജാനാം മഹൗജസാം സഹസ്രമേകം ദശ ച ദദാമി തവ സുബ്രത നാനാവർണവിഭക്താനാം വയസ്ഥാനാം തഥൈവജാം ദദാമ്യേകാം ഗവാം കോടിം ശബലാദിയതാം മമ യാവദിച്ഛസി യത്നം വാ ഹിരണ്യം വാ ദിജോത്തമ താവദ്ദാസ്യാമി തേ സർവം ശബലാദിയതാം മമ ഏവമുക്തസ്തു ഭഗവാൻ വിശ്വാമിത്രേണ ധീമതാം ന ദാസ്യാമിതി ശബലാം പ്രാഹ രാജൻ കഥം ജന ഏവദേവ ഹി രത്നമേതദേവ തിഹിമേദനം ഏതദേവ ഹി സർവസ്വമേതദേവ ഹി ജീവിതം ദദർശ പൂർണ്ണമാസശ്ചാരജ്ഞാ വൈശ്ചാപ്തദക്ഷിണാം ഏതദേവ ഹി മേ രാജൻ വിവിധാശ്ച ക്രിയാസ്തദാ അദോ മൂലോ ക്രിയാ സർവാ മമ രാജൻ ന സംശയാ ബഹുനാ കിം പ്രലാപേന ന ദാസ്യേ കാമദോ ഹിം ഇത്യാശ്രയ ശ്രീമദ് രാമായണേ വാൽമീകി ആദികാവ്യേ ചതുർവിംശസഹസ്രകായം സംഹിതായാം ബാലകാണ്ഡേ ശബലാനിഷ്ക്രിയോ നാമ ത്രിപഞ്ചാശതർഗ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ജയ ജയ ശ്രീ മഹാദേവിയേ നമഃ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ജയ ജയ ശ്രീ മഹാദേവിയേ നമഃ അഥ ചതുഃപഞ്ചാശ സർഗ പ്ലവാദാദിസൃഷ്ടീം കാമധേനും വസിഷ്ഠോ യഥാ അനത്യജതേ മുനി തദാസി ശബലാം രാമം വിശ്വാമിത്രോന്നകർഷതാം നിയമാനാദു ശബലാ രാമാരാജ്ഞാ മഹാത്മന ദുഃഖിതാ ചിന്തയാമാസ രുദന്തീശോകർഷിതാം പരിക്തിക്ത്യാവശിഷ്ടേന കിമഹം സുമഹാത്മന യാഹം രാജഭടൈർദീനാ ശ്രിയേഷ് ദുഃഖിതാ കിം മയാവകൃതം തസ്യാ മഹർഷേർ വിദാത്മന മനാഗസം ജിൻ ഭക്താമിഷ്ടാം ത്യജതി സ്വാർമികാം ഇതി സാ ചിന്തയിത്വാദോ വിനിശ്വസ്യ പുനഃ പുനഃ നിർധൂയതാം സദാ പ്രത്യാൻ ശതശത്രുസൂദനാം ജഗമാനീലവേഗേന പാദമൂലം മഹാത്മന ശബലാസാരദീജക്രോശന്തീജതമബ്രവീം വസിഷ്ഠസ്യാഗ്രതസ്ഥിത്വാമെഹദുന്ദുഭിരാവിണീം ഭഗവാൻ കിം പരിക്തിക്ത ത്വയഹം ബ്രഹ്മണസുതാം യസ്മാദ്രാജഭടാമാം ഹി നയന്തേ ത്വത്സകാശതാം ഏമുക്തസ്തു ബ്രഹ്മശ്രീരം വചനമബ്രവീൻ ശോകസംതപ്തഹൃദയാം സ്വസ്വാരമിവ ദുഃഖിതം നത്വാം ത്യജാമി ശബലേനാപി മേ പ്രകൃതം ത്വയാം ഏഷ ത്വാം നായതേ രാജാ ബലന്മത്തോ മഹാബലാം നഹി തുല്യം ബലം മഹ്യം രാജാ തദ്വിശേഷതാം ബലിരാജാ ക്ഷത്രിയശ്ച പൃഥിവ്യാപതിരേവജാം യമക്ഷോഹിണീ സേനാ ഗജമാജീരഥാകുലാം പത്തിത്വജ സമാകീർണാതേന സോബലവത്തരാം ഏവമുക്ത വസിഷ്ഠേന പത്തിവാഴവിനീതവൻ വചനം വചനജ്ഞാസാ ബ്രഹ്മശ്രീമിതബലപ്രഭം ന ബലം ക്ഷത്രിയസ്യാഹുർബ്രാഹ്മണോ ബലവത്തരാം ബ്രഹ്മൻ ബ്രഹ്മബലം ദിവ്യം ക്ഷത്രാത്തുദ്ബലവത്തരം അപ്രമേ ബലം ദുഃഖ്യം നത്വയാ ബലവത്തരം വിശ്വാമിത്രോ മഹാവീര്യസ്തേജസ്തേവ ദുരാസദം നിയുംക്ഷ മാം ദജഹാദേജസ്ത്വദ്ബ്രഹ്മബലവസംഭൃതം തസ്യ ദർപ്പബലം യത്തന്നാശയാമി ദുരാത്മന ഇത്യുഷ്ടതയാ രാമ വസിഷ്ഠസ്തു മഹായശാം സൃജസേതി തതോ വാചാ ബലം പരബലാർജുനം തസ്യ തജ്വരം ശ്രുത്വാ സുരഭിः സാ സൃജത്തതാം തസ്യാഹുംഭാരവോത്സൃഷ്ടാ പ്ലവാ ശതശോ നൃപാം നാശയന്തി ബലം സർവം വിശ്വാമിത്രസ്യ പശ്യത ബലം ഭക്തം തതോ ദൃഷ്ട്വാ രഥേനാക്രമ്യ കൗശികാം സ രാജാ പരമക്രുധോ രോഷവിസ്ഫാരിതേ ക്ഷണ
പപ്ലവാന്നാശയാമാസ ശസ്ത്രൈരുച്ചാവചൈരഭിः വിശ്വാമിത്രാദിതാൻ ദൃഷ്ട്വാ പ്ലവാൻ ശതസ്തതാം ഭൂയ ഏവാസ്യ ജദ്ഘോരാൻ ശകാൻ യവനമിശ്രിതാൻ തൈരാസി സമൃതാ ഭൂമി ശകൈര്യവനമിശ്രിതേ പ്രഭാവദ്ഭിർമഹാവീര്യെ പത്മകേഞ്ചൽകസന്നിഭൈം തീഷ്ണാസി പട്ടസധരൈർ ഹേമവർണാംബരാവൃതേ നിർദഗ്ധം തദ്ബലം സർവം പ്രദീപ്തൈരിവ പാവകേ തതോസ്ത്രാണി മഹാതേജാം വിശ്വാമിത്രോ മുമോജഃ തൈരഷ്ടവനകാംബോജ പ്ലവാംശാകുലീകൃതാം ഇത്യാശയ ശ്രീമദ് രാമായണേ വാൽമീകി ആദികാവ്യേ ചതുർവിംശതിസഹസ്രികായാം സംഹിതായാം ബാലകാണ്ഡേ പപ്പുവാദിസൃഷ്ടിനാമ ചതുഷ്പഞ്ചാശ സർവത്ര ദേവീ നാമസങ്കീർത്തനം ജയ ജയ ശ്രീ മഹാദേവിയേ നമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ നമ ഹര നമ പാർവതീപതേ ഹര ഹര മഹാദേവ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ജയ ജയ ശ്രീ മഹാദേവിയേ നമ അത പഞ്ചപഞ്ചാശ സർഗ വിശ്വാമിത്ര ധനുർവേദാധിഗമ തതസ്ഥാനാനുകൂലാൻ ദൃഷ്ട്വാ വിശ്വാമിത്രസ്തമോഹിതാൻ വസിഷ്ഠേ ചോദയാമാസ കാമദുത്സൃജയോ ഗദാം തസ്യാഹുംഭാരവോ സൃഷ്ടാ കാംഭാജാം രവിസന്നിഭ ഊതസ്തത്വസംഭൂത ബർബരാ ശസ്ത്രപാണയാം യോനിദേശാശ്ച യവനാം ശക്രദേശാച്ചകാസ്തദാം രോമകുപേഷു ചമ്ലേഷ്ഠ ഹരിദാസകിരാതകാം യേസ്തന്നിഷൂദിതം സൈന്യം വിശ്വാമിത്രസ്യ ദക്ഷിണാം സപദാദി ഗജം സാശം ശരഥം രഘുനന്ദന ദൃഷ്ടാനുശൂദിതം സൈന്യം വസിഷ്ഠേന മഹാത്മന വിശ്വാമിത്രസുതാനാം ദൂഷതം നാനാവിധായുധം അഭ്യതാവസ്സംകൃത്തം വസിഷ്ഠം ജപതാംബരം ഹുങ്കാരേണ താൻ സർവാൻ ദദാഹ ഭവാനിഷീം തേ സ്വാശരഥപാദാം വസിഷ്ഠേന മഹാത്മന ഭസ്മീകൃതാ മുഹൂർത്തേന വിശ്വാമിത്രസുതാസ്തദാം ദുഷ്ടാ വിനാശിതാൻ പുത്രാൻ ബലം ച സുമഹായശ സർവജച്ഛന്തയാവിഷ്ടോ വിശ്വാമിത്ര ഭവത്തദാ സമുദ്ര വിനിർവേഗോ ഭഗ്നദ്ദംഷ്ടൈവോരഗാം ഉപരക്തൈവാദിത്യ സദ്യോ നിഷ്പ്രഭതാം ഗതാം ഹരപുത്ര ബലോദീനോ ലൂനപക്ഷ ഇവ ദ്വിജാം ഹതദർപ്പോ ഹതോത്സാഹോ നിർഭേദം സമപദ്യതാം സപുത്രമേകം രാജ്യായ പാലയേതി നിയുജ്യതാം പൃഥ്വീം ക്ഷത്രധർമ്മേണ വനമേവാഭ്യപദ്യതാം സഗത്വാ ഹിമോത്പർശം കിന്നരോഗരസേവിതം മഹാദേവ പ്രസാദാർത്ഥം തപസ്തേവേ മഹാദവാം കേചിച്ചിന്നതകാലേന ദേവേശോ വൃഷഭധ്വജാം ദർശയാമാസ വരദോ വിശ്വാമിത്രം മഹാമുനി കിമർത്ഥം തപസേ രാജാം ബ്രൂഹീയത്തെ വിവക്ഷിതം വരദോസ്മി വരോയസ്തേ കാംക്ഷിതം സോഭിധീയതം ഏവമുക്തസ്തു ദേവേന വിശ്വാമിത്രോ മഹാദേവ പ്രണഗത്ത് മഹാദേവമിദം വചനമബ്രവീം യദി ദുഷ്ടോ മഹാദേവ ധനുർവേദോ മഹാനഖാം സാംഗോപാംഗോപനിഷദ സരഹസ്യം പ്രദീയതാം യാനി ദേവേഷു ശാസ്ത്രാണി ദാനവേഷു മഹർഷിഷു ഗന്ധർവയക്ഷരക്ഷസ്സു പ്രതിയാന്തു മമാനഖ തവ പ്രസാദഭവതോ ദേവദേവമുത്സിതം ഏവമസ്ത്വീതി ദേവേശോ വാക്യമുക്താഗതസ്തതാം പ്രാപ്യ ശാസ്ത്രാണി രാജർഷി വിശ്വാമിത്രോ മഹാബല ദർപ്പേണ മഹദായുക്തോ ദർപ്പപൂർണോ ഭവത്തതാം വിവർത്തമാനോ വീര്യേണ സമുദ്ര ഇവ പർവസു ഹതമേവ തദാമേനേ വസിഷ്ഠം ഋഷിസത്തമം തതോ ഗത്വാശ്രമദം ഉമോജാസ്ത്രാണി വർത്തിവാം യേസ്തത്തപോവനം സർവം നിർദഗ്ധം ശാസ്ത്രമേജസാ ഉദീര്യമാണമസ്ത്രം തദ്വിശ്വാമിത്രസ്യ ധീമതാം ദൃഷ്ട്വാ വിപ്രദ്രുതാ ഭീതാ മുനയശ്ച ദശോ ദിശാം വസിഷ്ഠച്ഛേദേ ശിഷ്യാസ്തദൈവ പ്രകപക്ഷിണാം ദ്രുവദന്തി ഭയാദ്ഭീതാം നാനാദിഭ്യ സഹസ്രശാം വസിഷ്ഠാശ്രമപദം ശൂന്യമാസീൻ മഹാത്മനാ മുഹൂർത്തം നിശബ്ദമാസീതിരണ സംനിഭം വദതോ വൈ വസിഷ്ഠസ്യ മാഭവിഷ്ടേതി മുഹുർമുഹും നാശയാമദ്യഗാധേയം നിഹാരമിവ ഭാസ്കര ഏവ മുക്താ മഹാദേജ വസിഷ്ഠോ ജപദാംബര വിശ്വാമിത്രം തഥാ വാക്യം സരോഷമിതമബ്രവീം ആശ്രമഞ്ജരസംവൃത്തം ആശ്രമഞ്ജരസംവൃത്തം യദ്വിനാശിതവാസീം ദുരാജരോസി യന്മൂഢാ തസ്മാത്തം ന ഭവിഷ്യതി ഇത്യുക്ത്വാ പരമക്രുധോ ദണ്ഡമുദ്യമസത്വരേ വിധൂവമിവ കാലാഗ്നിം യമദണ്ഡമിവാപരം
ഇത്യാശ്രയ ശ്രീമദ് രാമായണേ വാൽമീകിയാദികാവ്യേ ചതുർവിംശതി സഹസ്രകായ സംഹിതായ ബാലകാണ്ഡേ വിശ്വാമിത്രധനുവേദാദിഗമോ നാമ പഞ്ചാശസ്സർഗ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമ. अथ षट्पञ्चाश सर्ग ब्रह्मतेजो बलम् एवमुक्तो वसिष्ठेन विश्वामित्रो महाबला आग्नेयमत्रमुत्क्षिप्य तिष्ठतिष्ठेरिया ब्रवी ब्रह्मदण्डं समुत्क्षिप्य कालदण्डविवावरम् वसिष्ठो भगवान् गोदादिदं वदनो ब्रवीम् क्षत्रबन्धोऽसि दोऽस्मीष्या यद्बलं तद्विदर्शयाम् नाशयामेष ते दर्पं क्षत्रस्य तव गदादिशाम् क्वच ते क्षत्रियबलं च ब्रह्मबलं हन् पश्य ब्रह्मबलं दिव्यं मम क्षत्रियवांसनां तस्यात्रं गादिपुत्रस्य घोरमाग्नेयमुद्दितं ब्रह्मदण्डेन गच्छादमन्दिग्नेर्वेगैवाम्बसां वारणं चैव रुद्रं च ऐन्द्रियं पाशपदं तदा ऐशिकं चाभिक्षेवाच्विदोगादिनन्दनां मानवं मोहनं चैव गन्धर्वं स्वापनं तदा जिम्बणं मादनं चैव सन्तापनविलापने शोषणं धारणं चैव वज्रवस्त्रं सुदर्शयम् ब्रह्मशापं कालपाशं वारणं पाशमेवजां पैनागास्त्रं च दैदं शुष्काद्रे अशनि उभयं दण्डाश्रमधर्मैशालं गौजमस्त्रं तथैवजां धर्मचक्रं कालचक्रं विष्णुचक्रं तथैवजा वायवं मधनं देव अस्त्रं हयशिरस्तदां शक्तिद्वयं च शिक्षेप गङ्गालं मुसलं तदा वैद्याधरं महास्त्रं च कालस्त्रमधदारुणं त्रिशूलमस्त्रं घोरं च कालमा कपालमधङ्गणम् एतन्यास्त्राणि चिक्षेव सर्वाणि ऋतुनन्दन वसिष्ठे जपदां सृष्टे तदद्भुतं वा भवन् तानि सर्वाणि दण्डेन ग्रसते ब्रह्मणः सुधा तेषु शान्तेषु ब्रह्मास्त्रं क्षिप्तवान् कालिन्दन तदस्त्रमुद्यतं दृष्ट्वा देवासाग्निपुरोगमा देवर्षियश्च सम्भ्रान्ता गन्धर्वा समघोरगां त्रैलोक्यमासी सन्तस्तं ब्रह्मास्त्रे समुदीरिते तदप्यस्तं महाघोरं ब्राह्मं ब्रह्मेण तेजसा वसिष्ठो गृहसे सर्वं ब्रह्मदण्डेन राघवां ब्रह्मास्त्रं गृह्यमानस्य वसिष्ठस्य महात्मना त्रैलोक्यमोहनं रौद्रं रूपमासीत् सुदारुणम् सोमकुवेषु सर्वेषु वसिष्ठस्य महात्मना मारीच्य इव निष्पेदूर्धूमकुलार्चिषाम् प्राज्वलद् ब्रह्मदण्डश्च वसिष्ठस्य करोद्युतां विधूम इव कालाग्निरग्निमन्धत विधूम यमदण्ड इवावरां ततोस्तुवन्मुनिगणा वसिष्ठं जपदाम्बरम् अमेयं ते बलं ब्रह्मन् तेजोधारय तेजसां निगृहीतस्त्वया ब्रह्मन् विश्वामित्रो महाबला प्रसीद जपदां श्रेष्ठकाल लोकासन्दुकतव्यधाम् एमुक्तो महातेजा शमं चक्रे महादपा विश्वामित्रो विनिकृतो विनिश्ये समदमब्रवीं दिग्बलं क्षत्रियबलं ब्रह्मतेजो बलम् एकेन ब्रह्मदण्डेन सर्वास्त्राणि हतानि मे तदेतत् सर्वमा समवेक्ष्याहं प्रसन्नेन्द्रियमानसां तवो महत्समस्तासि यद्दे ब्रह्मत्वकारकम् इत्याशय श्रीमद् रामायणे वाल्मीकिये आदिकाव्ये चतुर्विंशति सहस्रकायां संहितायां बालकाण्डे ब्रह्मतेजो बलं नाम षट्पञ्चाशत् सर्ग सर्वत्र देवी नाम सङ्कीर्तनं. जय जय श्री महादेव्ये नमः. हरे राम 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 हरे 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 कृष्ण 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 हरे हरे हर नमः पार्वतीपतये हर हर महादेव सर्वत्र देवी नाम सङ्कीर्तनं. जय जय श्री महादेव्ये नमः. हरे राम 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 हरे 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 कृष्ण 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 हरे हरि श्री गणपतये नमो विघ्नमस्तु. ओं गुं गुरुभ्यो नमः. നമസ്തേ. നമ്മൾ 49-ാം അധ്യായത്തിൽ 48, 49 അധ്യായങ്ങളായിട്ട് നമ്മൾ അഹല്യാമോക്ഷമാണ് കണ്ടത്. അഹല്യയ്ക്ക് യഥാവിധി മോക്ഷം കൊടുത്ത് ഗൗതമനോടൊപ്പം യാത്രയാക്കി രാമൻ അവിടെ നിന്ന് പുറപ്പെട്ടു. ദശരഥനോടും വിശ്വാമിത്രനോടും ലക്ഷ്മണനോടും മറ്റ് മുനിമാരോടുമൊപ്പം വടക്ക് കിഴക്കേ ദിക്ക് വഴി ലക്ഷ്മണന്മാർ വിശ്വാമിത്രൻ്റെ പിന്നാലെ പോയി. ജനകൻ്റെ യജ്ഞശാലയായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ യജ്ഞകവാടത്തിലെത്തി രാമൻ വിശ്വാമിത്രനോട് പറഞ്ഞു, ജനകരാജൻ്റെ യജ്ഞസമൃദ്ധിക്ക് ഏമം തന്നെ.
നാനാദേശവാസികളും വേദാധ്യയനശാലികളുമായ ബ്രാഹ്മണർ അനേകായിരം ഇവിടെയുണ്ട്. ഋഷികവാടങ്ങൾ അനേകം, 100 കണക്കിന് വണ്ടികളും കാണപ്പെടുന്നു. നമുക്ക് പാർക്കാൻ ഒരിടം ഏർപ്പെടുത്തിയാലും. രാമൻ പറഞ്ഞത് കേട്ട് വിശ്വാമിത്രൻ ഏകാന്തവും ജലസൗകര്യമുള്ളതുമായ ഒരു സ്ഥാനം പാർക്കാൻ തെരഞ്ഞെടുത്തു. വിശ്വാമിത്രൻ ആഗതനായിരിക്കുന്നു എന്ന് കേട്ട് അർഘ്യമെടുത്ത് ഋതിക്കുകളോടുകൂടി പുരോഹിതനായ ശതാനന്ദനെ പുരസ്കരിച്ച് വേഗം സവിനയം എതിരേറ്റ് യഥാവിധി പൂജിച്ചു. പൂജ സ്വീകരിച്ച് വിശ്വാമിത്രൻ ജനകന്റെ കുശലമന്വേഷിച്ചു. യജ്ഞത്തിന്റെ പുരോഗതിയെക്കുറിച്ചും ചോദിച്ചു. മുനിമാരോടും പുരോഹിതനോടും യഥാർത്ഥം കുശലാന്വേഷണം ചെയ്ത് സന്തോഷത്തോടെ കൗശികൻ അവരോടൊത്തുചേർന്നു. അനന്തരൻ ജനകൻ കൃതാഞ്ജലിയായി കൗശികനോട് അപേക്ഷിച്ചു, അങ്ങ് ഈ മാമുനിമാരോടൊപ്പം ഇരുന്നരുളിയാലും. അത് കേട്ട് മഹർഷി ഉപവിഷ്ടനായി. പുരോഹിതനും ഋത്തിക്കുകളും ഇരുന്നു. രാജാവും മന്ത്രിമാരും യഥാന്യായം ആസനസ്ഥരായി. രാജാവ് വിശ്വാമിത്രനോട് അറിയിച്ചു, ഇന്ന് എൻ്റെ യജ്ഞം ദേവതകൾ സഫലമാക്കി ചെയ്തു. അങ്ങയുടെ ദർശനം കൊണ്ട് ഇന്ന് ഞാൻ യജ്ഞഫലം നേടി. ഞാൻ ധന്യനായി അനുഗ്രഹീതനായി. അവിടുന്ന് മാമുനിമാരോടൊപ്പം എൻ്റെ യജ്ഞശാലയിൽ സമാഗതനായല്ലോ. ബ്രഹ്മർഷി, ഇനി ദീക്ഷ 12 നാൾ കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ യജ്ഞഭാഗാർത്ഥികളായ ദേവന്മാരെ അങ്ങേക്ക് കാണാം. ഇത്രയും പറഞ്ഞ് വീണ്ടും സന്തോഷത്തോടെ കൈകൂപ്പിക്കൊണ്ട് രാജാവ് ചോദിച്ചു, അങ്ങേക്ക് മംഗളം. ദേവതുല്യ പരാക്രമികളും ഗജരാജഗാമികളും പത്മപത്രായത നേത്രരും അസിതൂണീധനുർധരരും അശ്വിനീദേവോപമരും താരുണ്യാംബരരമ്യരും ദേവതുല്യരുമായ ഈ കുമാരന്മാർ പദചാരികളായി ഇവിടെ എന്തിനായിട്ടാണ് വന്നത്? വരായുധധാരികളായ ഇവർ ആരുടെ പുത്രന്മാരാണ്? സൂര്യചന്ദ്രന്മാരെ പോലെ ഇവർ ദേശത്തെ അലങ്കരിക്കുന്നു. പരസ്പര സദൃശരും കാകപക്ഷധരന്മാരുമായ ഇവരാരെന്ന് ശരിയായി അറിയാൻ ആഗ്രഹിക്കുന്നു. രാജവാക്യം കേട്ട് മാമുനി ദശരഥപുത്രന്മാരെ പരിചയപ്പെടുത്തി. സിദ്ധാശ്രമവാസം, രാക്ഷസവധം, അങ്ങോട്ടുള്ള യാത്ര, വിശാല ദർശനം, അഹല്യാദർശനം, ഗൗതമ സമാഗമം, മഹാധനുസ് കാണാനുള്ള കൗതുകത്താൽ മിഥില എത്തിച്ചേർന്ന് എന്നിവ കാര്യങ്ങളെല്ലാം ജനകനോട് പറഞ്ഞ് വിശ്വാമിത്രൻ വിരമിച്ചു. വിശ്വാമിത്രന്റെ വാക്യം കേട്ട് സന്തോഷം പൂണ്ടവനും ഗൗതമന്റെ ജ്യേഷ്ഠപുത്രനും തപോദീപ്തനും രാമദർശനത്താൽ വിസ്മയമാർന്നവനും ആയ ശതാനന്ദൻ വിശ്വാമിത്രനോട് ചോദിച്ചു, മാമനെ, ദീർഘതപസ്വിനിയായ എൻ്റെ അമ്മയെ രാമന് കാണിച്ചു കൊടുത്തില്ലയോ? യശസ്വിനിയായ അമ്മ സർവസമ്പൂജ്യനായ രാമനെ വന്യങ്ങളായ ഫലമൂലാദികൾ കൊണ്ട് സൽക്കരിച്ചില്ലേ? ദേവേന്ദ്രൻ പണ്ട് എൻ്റെ അമ്മയോട് ചെയ്ത ദുഷ്കൃത്യം രാമനോട് പറയുകയുണ്ടായില്ലേ? രാമദർശനം മൂലം എൻ്റെ അമ്മ അച്ഛനോട് ചേർന്നില്ലേ? കൗശിക അച്ഛൻ രാമനെ പൂജിച്ചില്ലേ? അത് സ്വീകരിച്ചിട്ടല്ലേ രാമൻ ഇവിടെ വന്നിരിക്കുന്നത്? സത്കൃതനായ രാമനാൽ അച്ഛൻ യഥായോഗ്യം അഭിവാദ്യം ചെയ്യപ്പെട്ടിട്ടില്ലേ? ശതാനന്ദന്റെ ചോദ്യം കേട്ട് കൗശികൻ പറഞ്ഞു, മഹർഷേ, വേണ്ടതൊന്നും ചെയ്യാതിരുന്നില്ല. എൻ്റെ കർത്തവ്യം ഞാൻ ചെയ്തു. മുനിയോട് രേണുക ഭാർഗവനോടെന്ന പോലെ സംഗതയായി. അത് കേട്ട് ശതാനന്ദൻ രാമനോടായി പറഞ്ഞു, നരോത്തമ, സ്വാഗതം. ഭാഗ്യത്താൽ അപരാജിതനായ വിശ്വാമിത്രനെ പിന്തുടർന്ന് അങ്ങിവിടെ വന്നു ചേർന്നു. ഈ ബ്രഹ്മർഷി അചിന്യ കർമാവും തപസ്സുകൊണ്ട് അമിതപ്രഭനുമാകുന്നു. അദ്ദേഹം പരമാശ്രയമാണെന്ന് എനിക്കറിയാം. മഹാതപസ്യായ വിശ്വാമിത്രനാൽ പരിപാലിതനായ അങ്ങയേക്കാൾ ധന്യനായിട്ട് ഈ ലോകത്തിൽ മറ്റാരുമില്ല. കൗശികന്റെ ബലവും തത്വവും ഞാൻ പറയാം, കേട്ടോളൂ. വിദിതവേദ്യനും ധർമ്മജ്ഞനുമായ ഇദ്ദേഹം പ്രജാഹിതം കാത്തുകൊണ്ട് ദീർഘകാലം രാജ്യം ഭരിച്ചു. പ്രജാപതിക്ക് പുത്രനായ കുശൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. കുശന്റെ പുത്രൻ ധാർമ്മികനായ കുശനാഭൻ. കുശനാഭന്റെ പുത്രനാണ് വിശ്രുതനായ ഗാധിയുടെ പുത്രനാണ് മഹാതേജസ്വിയായ വിശ്വാമിത്രൻ. അദ്ദേഹം അനേകായിരം വർഷം രാജ്യം ഭരിച്ചു. ഒരിക്കൽ ഇദ്ദേഹം അക്ഷൗഹിണി പരിവൃതനായ ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ചു. നഗരങ്ങൾ, രാഷ്ട്രങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ, ആശ്രമങ്ങൾ എന്നിങ്ങനെ പലതും വേറെ വേറെ ചുറ്റിക്കണ്ടു. അങ്ങനെ പോകെ നാനാ ദ്രുമലതാ പരിശോഭിതവും നാനാ മൃഗഗണാകീർണവും സിദ്ധചാരണ സേവിതവും പ്രശാന്ത ഹരിണാകീർണവും ദ്വിജകുല കുജിതവും ഋഷികുല സേവിതവും തപസ്വീ ജനപൂരിതവും ബാലാഖ്യരഷിപൂ
ഗണപരിശോഭിതവും ബ്രഹ്മലോകം പോലെ ശോഭാമയവുമായ വസിഷ്ഠാശ്രമപദത്തിൽ എത്തിച്ചേർന്നു. വസിഷ്ഠനെ കണ്ട് വിശ്വാമിത്രൻ വിനയപുരസ്സരം പ്രണമിച്ചു. വസിഷ്ഠൻ സ്വാഗതമരളിക്കൊണ്ട് ആസനം നൽകി. ആസനസ്ഥനായ വിശ്വാമിത്രന് യഥാന്യായം ഫലമൂലങ്ങൾ സമർപ്പിച്ചു. സത്കാരം കൈക്കൊണ്ട രാജാവ് മാമിനിയോട് തപസ്, അഗ്നിഹോത്രം, വനസ്പതികൾ, ശിഷ്യന്മാർ ഇവർക്കെല്ലാം കുശലമല്ലേ എന്ന് ചോദിച്ചു. സർവത്ര കുശലം എന്നരളി വസിഷ്ഠൻ. ബ്രഹ്മപുത്രനും തപോനിധിയുമായ വസിഷ്ഠൻ കൗശികനോട് ചോദിച്ചു, രാജൻ, അങ്ങേക്കും കുശലമല്ലേ? ധർമാനുസൃതം പ്രജകളെ രഞ്ജിപ്പിച്ചിട്ട് അവരെ പാലിക്കുന്നില്ലേ? ഭൃത്യരെ വേണ്ട പോലെ പോറ്റുന്നില്ലേ? അവർ ചൊൽപ്പടിക്ക് നിൽക്കുന്നില്ലേ? വൈരികളെല്ലാം വെന്നില്ലേ? ബലം, കോശം, മിത്രങ്ങൾ, പുത്രപുത്രന്മാർ ഇവർക്കെല്ലാം സുഖം തന്നെയല്ലേ? സർവത്ര കുശലം എന്ന് രാജാവ് മറുപടി പറഞ്ഞു. വിശ്വാമിത്രൻ വിനയപൂർവ്വം ഏറെ നേരം പല കാര്യങ്ങളും പറഞ്ഞു. ഇരുവരും അത്യന്തം സന്തോഷം പൂണ്ടു. അനന്തരം വസിഷ്ഠൻ ചിരിച്ചുകൊണ്ട് വിശ്വാമിത്രനോട് പറഞ്ഞു, അപ്രമേയനായ അങ്ങേക്ക് ഈ സേനയ്ക്കും യഥാർത്ഥം ആതിഥ്യം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് സ്വീകരിച്ചാലും ഞാൻ നടത്തുന്ന സൽക്കാരം അങ്ങ് കൈക്കൊണ്ടാലും അങ്ങ് വിശിഷ്ടാതിഥിയാണല്ലോ, യത്നിച്ചും അങ്ങയെ പൂജിക്കേണ്ടതാകുന്നു. ഇത് കേട്ട് വിശ്വാമിത്രൻ, അങ്ങയുടെ സാദര വാക്യം കൊണ്ട് തന്നെ ആതിഥ്യമായല്ലോ എന്ന് പറഞ്ഞു. അങ്ങയുടെ ആശ്രമത്തിലെ ഫലമൂലങ്ങൾ കൊണ്ടും പാദ്യ ആചമനീയങ്ങൾ കൊണ്ടും അവിടുത്തെ ദർശനം കൊണ്ടും ഞാൻ സർവ്വതാ പൂജിതനായി. അവിടേക്ക് നമസ്കാരം. ഞാൻ പോകട്ടെ. മൈത്രിയോടെ സ്മരിച്ചാലും. ഇപ്രകാരം പറയുന്ന രാജാവിനെ വസിഷ്ഠൻ വീണ്ടും വീണ്ടും ക്ഷണിച്ചു. അവിടുത്തെ ഇഷ്ടം പോലെയാകട്ടെ എന്ന് കൗശികൻ മറുപടി പറഞ്ഞു. വസിഷ്ഠൻ പുള്ളിപ്പശുവായ ശബളയെ വിളിച്ചു പറഞ്ഞു, ശബളെ, വരൂ വേഗം. ഞാൻ പറയുന്നത് കേൾക്കുക. സേനയോടൊത്ത് ഈ രാജർഷിക്ക് ആതിഥ്യം നൽകാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. വിശിഷ്ടങ്ങളായ പദാർത്ഥങ്ങൾ കൊണ്ട് സൽക്കാരം നീ ഒരുക്കുക. ഷഡ്രസങ്ങളിൽ ആർക്ക് എന്തൊക്കെ ഇഷ്ടമോ അതെല്ലാം നീ എനിക്ക് വേണ്ടി വർഷിച്ചാലും. രസങ്ങൾ, അന്നങ്ങൾ, പാനങ്ങൾ, ലേഹ്യങ്ങൾ, ചോഷ്യങ്ങൾ എന്നിവ ചേർന്ന ഭക്ഷണ സമൂഹം ശബളയെ നീ സൃഷ്ടിച്ചാലും വേഗം വേണം. വസിഷ്ഠന്റെ അരുളപ്പാടനുസരിച്ച് കാമധേനുവായ ശബള ആർക്ക് എന്തിഷ്ടമോ അതിൻ പ്രകാരം എല്ലാം ചെയ്തു. കരിമ്പ്, തേൻ, മലർ, നൈരേയമദ്യങ്ങൾ, വിശിഷ്ടപാനീയങ്ങൾ, നാനാതരം ഭക്ഷ്യങ്ങൾ, കുന്നുകൾ പോലെ ചൂട് ചോറ്, പരിപ്പ്, തൈർച്ചാലുകൾ, പലതരം കൽക്കണ്ടം, ശർക്കര എന്നിങ്ങനെ സകല വസ്തുക്കളും കൊണ്ട് വസിഷ്ഠനാൽ സത്കൃതനായ വിശ്വാമിത്രസേന സമ്പുഷ്ടരും സന്തുഷ്ടരുമായി. അന്തഃപുരവാസികൾ, പുരോഹിതർ, അമാത്യന്മാർ, മന്ത്രിമാർ, ഭൃത്യന്മാർ എന്നിവരും വിശ്വാമിത്രനും അതീവ സന്തുഷ്ടിയാർന്നു. വിശ്വാമിത്രൻ സാമോദം വസിഷ്ഠനോട് പറഞ്ഞു, ബ്രഹ്മൻ, പൂജാർഹനായ അങ്ങയാൽ ഞാൻ സാദരം സത്കൃതനായി. ഞാനൊരു കാര്യം പറയട്ടെ, കേട്ടാലും. 6000 പശുക്കളെ തരാം. ശബളയെ എനിക്ക് തന്നാലും. ഭഗവാൻ, ഇതൊരു രത്നമാണല്ലോ. രാജാവ് രത്നഹാരിയാണ് താനും. അതിനാൽ ശബളയെ എനിക്ക് വിട്ടുതരൂ. ധർമ്മപ്രകാരം ഇതെന്റെയാണ്. ഇത് കേട്ട വസിഷ്ഠൻ പറഞ്ഞു, 100,000 100 കോടിയോ പശുക്കളും വെള്ളിക്കുന്നുകളോ തന്നാലും ഞാൻ ശബളയെ തരുകയില്ല. എൻ്റെ അടുത്ത് നിന്ന് ഇവളെ വിടാൻ പാടില്ല. ധീരന് കീർത്തി പോലെ ശബള നിത്യയാണ് എനിക്ക്. ഹവ്യം, കവ്യം, പ്രാണയാത്ര, അഗ്നിഹോത്രം, ബലി, ഹോമം, സ്വഹാകാരം, വഷട്കാരം, വിവിധ വിദ്യകൾ ഇവയെല്ലാം ഇവളെ ആശ്രയിച്ചിരിക്കുന്നു. ഇതെന്റെ സർവസ്വമാണ്. പല കാരണങ്ങൾ കൊണ്ടും ശബളയെ ഞാൻ അങ്ങേക്ക് തരികയില്ല. വസിഷ്ഠൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ കോപത്തോടെ വിശ്വാമിത്രൻ പറഞ്ഞു, പൊന്നിൻ ചങ്ങലയും പൊന്നിൻ തോട്ടിയും ചേർന്ന് 14,000 ആനകളെ ഞാൻ അങ്ങേക്ക് തരാം. കിങ്കിണികൾ അണിഞ്ഞ് 4 വെള്ളക്കുതിരകളെ പൂട്ടിയ 800 പൊൻതേരുകൾ ഞാൻ തരാം. നാട്ടിൽ പിറന്ന നല്ല കുതിരകൾ 11,000 തരാം. നാനാവർണ്ണങ്ങളുള്ളവയും നല്ല പ്രായത്തിലുള്ളവയും ആയ 1 കോടി പശുക്കളെ തരാം. ശബളയെ എനിക്ക് തരിക. രത്നമോ സ്വർണമോ അങ്ങേക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ഞാൻ നൽകാം. എൻ്റെ ശബളയെ എനിക്ക് തരൂ. വിശ്വാമിത്രൻ അങ്ങനെ പറഞ്ഞപ്പോൾ, എന്തായാലും ഞാൻ ശബളയെ തരികയില്ല എന്നരുളി വസിഷ്ഠൻ. രാജൻ, എൻ്റെ രത്നവും ധനവും ഇതുതന്നെ. എൻ്റെ സർവസ്വവും ജീവിതവും ഇതുതന്നെ. ദർശനങ്ങൾ, പൂർണ്ണമാസങ്ങൾ, യജ്ഞങ്ങൾ, ദക്ഷിണകൾ, വിവിധ ക്രിയകൾ ഇവയെല്ലാം തന്നെ ഇത് തന്നെ.
അതുകൊണ്ടാണ് എൻ്റെ സർവ്വക്രിയകളും നടന്നു പോകുന്നു. എന്തിനധികം പറയുന്നു, ഞാൻ കാമധേനുവിനെ തരികയില്ല. വസിഷ്ഠൻ ശബളയെ വിട്ടുകൊടുക്കായകയാൽ വിശ്വാമിത്രൻ അതിനെ പിടിച്ചു വലിച്ചു. രാജാവ് ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകെ അഴലാണ്ട ശബള ചിന്തിച്ചു, മഹാത്മാവായ വസിഷ്ഠൻ എന്തുകൊണ്ടാണ് എന്നെ കൈവടിഞ്ഞത്? ഞാൻ മഹർഷിയോട് എന്തു തെറ്റാണ് ചെയ്തത്? എന്നെ രാജകിങ്കരന്മാർ അപഹരിച്ചുകൊണ്ട് പോകുന്നല്ലോ. നിഷ്കളങ്കയായ എന്നെ ധാർമ്മികനായ മാമുനി പരിത്യജിച്ചിരുന്നല്ലോ. ഇങ്ങനെ നനച്ച് വീണ്ടും വീണ്ടും നെടുവീർപ്പ് വിട്ടുകൊണ്ട് അവൾ വേഗം വസിഷ്ഠന്റെ അടുത്തേക്ക് ഓടി. 100 കണക്കിനുള്ള പടയാളികളെ തട്ടിമാറ്റി അവൾ വായുവേഗം വസിഷ്ഠന്റെ കാൽക്കലെത്തി. കരഞ്ഞു മുറയിട്ടുകൊണ്ട് അവൾ ചോദിച്ചു, ഭഗവാൻ, അവിടുന്ന് എന്നെ വെടിഞ്ഞുവോ? അങ്ങയുടെ അടുത്തുനിന്ന് രാജഭടന്മാർ എന്നെ കൊണ്ടുപോകുന്നല്ലോ. ബ്രഹ്മർഷി ശോകാതുരയായ അവളോട് സംതൃപ്തയായ സോദരിയോടെന്ന പോലെ പറഞ്ഞു, ശബളെ, നിന്നെ ഞാൻ കൈവടിയുന്നില്ല. നീ എന്നോടൊരു തെറ്റും ചെയ്തിട്ടുമില്ല. മഹാബലശാലിയായ രാജാവ് നിന്നെ എന്നിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിനൊപ്പം ബലം എനിക്കില്ല. പോരെങ്കിൽ അദ്ദേഹം ഭൂമിക്കുടയവനായ ക്ഷത്രിയനും ഗജവാജിരഥാകുലമായ അക്ഷൗണീത സന്നദ്ധമായ സേന കൊണ്ട് ഇദ്ദേഹം ഏറെ ബലവാനത്രേ. ഇത് കേട്ട് ശബള സവിനയം അറിയിച്ചു, ക്ഷത്രിയനല്ല ബലം, ബ്രാഹ്മണർക്കാണ് ബലമേറുന്നത്. ബ്രഹ്മബലം ദിവ്യമാണ്, ക്ഷത്രത്തേക്കാൾ ബലവത്തരമാണ്, അതുല്യമാണ്. അങ്ങയുടെ ബലം അങ്ങയേക്കാൾ ബലവാനില്ല. വിശ്വാമിത്രൻ ബലവാൻ തന്നെ, അങ്ങാവട്ടെ അജയ്യനും. അങ്ങയുടെ ബ്രഹ്മബലത്താൽ സമ്പന്നനായ എന്നെ നിയോഗിച്ചാലും ദുരാത്മാവായ ഇവന്റെ ബലവും ദർഭവും യത്നവും ഞാൻ നശിപ്പിക്കാം. ഇത് കേട്ട് വസിഷ്ഠൻ ശത്രുസംഹാരാർത്ഥമായ സേനയെ സൃഷ്ടിക്കുക എന്നരുളി. വസിഷ്ഠവാക്യം കേട്ട് സുരഭി തന്റെ ഹുങ്കാരഭാവം കൊണ്ട് 100 കണക്കിന് പല്ലവന്മാരെ സൃഷ്ടിച്ചു. അവർ വിശ്വാമിത്രൻ കാണുക അദ്ദേഹത്തിന്റെ പടയെല്ലാം മുടിച്ചു. കൗശികൻ കോപം കൊണ്ട് തുറിച്ച് പലതരം ശസ്ത്രങ്ങൾ കൊണ്ട് പല്ലവന്മാരെ നശിപ്പിച്ചു. പല്ലവന്മാർ വിശ്വാമിത്രനാൽ വധിക്കപ്പെട്ടത് കണ്ട് ശബള ശകന്മാരെയും യവനന്മാരെയും സൃഷ്ടിച്ചു. അവന്മാരെ കൊണ്ട് ഭൂമി മൂടപ്പെട്ടു. വീരശാലികളും താമരയിലേക്ക് തുല്യം കാന്തിയേർന്നവരും പൊൻനിറമാർന്ന തുകിൽ ചാർത്തിയവരും തീക്ഷ്ണായുധരും ആയ അവർ കത്തിക്കാളുന്ന തീ പോലെ കൗശികസേനയെ ചുട്ടരിച്ചു. അപ്പോൾ തേജസ്വിയായ വിശ്വാമിത്രൻ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. അവയേറ്റ് യവനരും കമ്പോജരും ബർബരന്മാരും വ്യാകുലപ്പെട്ടു. വിശ്വാമിത്ര അസ്ത്രങ്ങളേറ്റ് അവർ ആകുലപ്പെടുന്നത് കണ്ട് വസിഷ്ഠൻ, ശബളയെ നീ യോഗശക്തി കൊണ്ട് സൃഷ്ടിക്കുക എന്നരുളി. സുരഭിയുടെ ഹുങ്കാരത്തിൽ നിന്ന് രവിസന്നിഭരായ കാമ്പോജരും അകടിൽ നിന്ന് ശസ്ത്രപാണികളായ ബർബരന്മാരും യോനിയിൽ നിന്ന് യവനരും മലദ്വാരത്തിൽ നിന്ന് ശകന്മാരും രോമകൂപങ്ങളിൽ നിന്നും മ്ലേച്ഛരും ഹരീതരും കിരാതന്മാരും ഉണ്ടായി. അവർ ഞൊടിയിടയിൽ വിശ്വാമിത്രന്റെ ചതുരംഗപ്പടയെ മുടിച്ചു. അത് കണ്ട് കോപം കൊണ്ട പുത്രന്മാർ 100 പേർ നാനായുധ പാണികളായി വസിഷ്ഠന്റെ നേർക്ക് പാഞ്ഞെടുത്തു. ഹൂങ്കാരം കൊണ്ട് വസിഷ്ഠൻ അവരെ ചാമ്പലാക്കി. മുഹൂർത്ത നേരം കണ്ട് ചതുരംഗപ്പടയും പുത്രന്മാരും വസിഷ്ഠനാൽ നശിപ്പിക്കപ്പെട്ടത് കണ്ട് വിശ്വാമിത്രൻ ലജ്ജ കൊണ്ട് ചിന്തയിലാണ്ടു. അലയടങ്ങിയ കടൽ പോലെയും വിഷപ്പല്ല് പോലെ പാമ്പ് പോലെയും രാഹുഗ്രസ്തനായ കതിരോനെ പോലെയും കൗശികൻ വിഗതപ്രഭനായി. പടയും മുടിഞ്ഞ് മക്കളും മരിച്ച് ചിറകറ്റ പക്ഷിയെപ്പോലെ ബലമെല്ലാം ഒടുങ്ങി ഉത്സാഹമെല്ലാം നശിച്ച കൗശികൻ വിരക്തി പൂണ്ടു. രാജ്യം ക്ഷത്രധർമ്മമനുസരിച്ച് പാലിക്കുക എന്നൊരു പുത്രനെ നിയോഗിച്ച ശേഷം കൗശികൻ കാടുപോകി. കിന്നരോരക സേവിതമായ ഹിമോത്പാർശ്വത്തിലെത്തി അദ്ദേഹം തീവ്ര തപസ്സിലേർപ്പെട്ടു. ഏതാനും കാലം കഴിവേ ഭരതരാജനായ വൃഷധ്വജൻ വിശ്വാമിത്രന് ദർശനം നൽകി. ഹേ രാജൻ, എന്തിനാണ് തപസ് ചെയ്യുന്ന? വിവക്ഷിതം പറയുക. ഞാൻ വരം തര. എന്ത് വരമാണ് വേണ്ടതെന്ന് പറയുക. പരമശിവൻ അപ്രകാരം അരുളി ചെയ്യുക. കൗശികൻ പ്രണിപാത പുരസ്സരമറിയിച്ചു. അവിടുന്ന് എന്നിൽ പ്രീതനെങ്കിൽ സാങ്കോപുരങ്ങളോടും മന്ത്രങ്ങളോടും രഹസ്യങ്ങളോടും കൂടിയ ധനുർവേദം നൽകിയാലും ദേവന്മാരിലും ദാനവരന്മാരിലും മഹർഷിമാരിലും ഗന്ധർവ യക്ഷസുകളിലും ഏതെല്ലാം അസ്ത്രശസ്ത്രങ്ങളുണ്ടോ അവയെല്ലാം അങ്ങയുടെ അനുഗ്രഹത്താൽ എനിക്ക് സിദ്ധിക്കുമാറാകട്ടെ. അങ്ങനെയാകട്ടെ എന്നരുളി പരമശിവൻ. പരമശിവനിൽ നിന്ന് അസ്ത്രങ്ങൾ ലഭിച്ച് കൗശികൻ ദർപ്പപൂർണനായി തീർന്നു. ആർത്തിരമ്പുന്ന അലയാഴി പോലെ വീര്യം കൊണ്ടുവരിക വിശ്വാമിത്രൻ മുനിസത്തമനായ വസിഷ്ഠന്റെ കഥ കഴിഞ്ഞു എന്ന് കരുതി വേഗം പോയി ആ ആശ്രമബോധത്തിന്റെ നേർക്ക് അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. അവയേറ്റ് തപോവനം കത്തിയെരിഞ്ഞു. അസ്ത്രപ്രയോഗം കൊണ്ട് മാമിനിമാർ നാലുപാടും പാഞ്ഞു. വസിഷ്ഠ ശിഷ്യന്മാരും
മൃഗങ്ങളും പക്ഷികളും പല വഴിക്കുമോടി. വസിഷ്ഠന്റെ ആശ്രമപദം ശൂന്യമായി ഭവിച്ചു. ഭയം വേണ്ട എന്ന് വസിഷ്ഠൻ പലവാട് പറഞ്ഞെങ്കിലും സ്വല്പസമയം അവരെ മണൽക്കാട് പോലെ നിശബ്ദമാക്കി തീർത്തു. കൗശികനെ ഞാൻ ഇന്ന് മൂടൽമഞ്ഞിനെ കതിരോനെന്ന പോലെ മൂടിക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു മാമുനി കോപത്തോടെ കൗശികനോട് പറഞ്ഞു, നെടുനാൾ കൊണ്ട് വളർത്തിയെടുത്ത ആശ്രമത്തെ നീ തകർത്തല്ലോ, അതിനാൽ നീ ദുഷ്ടനാണ്, തന്മൂലം നശിക്കും. ഇങ്ങനെ പറഞ്ഞു മാമുനി കാളുന്ന കാലാഗ്നി പോലെയും യമദണ്ഡ് പോലെയുമുള്ള ദണ്ഡുമേന്തി കോപത്തോടെ നിലകൊണ്ടു. വസിഷ്ഠൻ ഇപ്രകാരം ചൊല്ലിയ വിശ്വാമിത്രൻ ആഗ്നേയാസ്ത്രം കയ്യിലെടുത്ത് നില്ലെന്ന് ചൊല്ലി കാലദണ്ഡവുമായ ബ്രഹ്മദണ്ഡവും ധരിച്ച് വസിഷ്ഠൻ ക്രോധത്തോടെ പറഞ്ഞു, ക്ഷത്രബന്ധു, ഇതാ ഞാൻ നിൽക്കുന്നു, നിന്റെ കരുത്ത് കാണിക്ക. കൗശിക, നിന്റെയും നിന്റെ ശസ്ത്രത്തിന്റെയും ഗർവ് ഞാൻ തീർക്കുന്നുണ്ട്. നിന്റെ ക്ഷത്രബലമെവിടെ? മഹത്തായ ബ്രഹ്മബലമെവിടെ? ക്ഷത്രിയാധമ, എന്റെ ദിവ്യമായ ബ്രഹ്മകലം കണ്ടുകൊള്ളുക. കൗശികന്റെ അഗ്നേയാസ്ത്രം അഗ്നി ജലത്താൽ എന്ന പോലെ ബ്രഹ്മദണ്ഡ് കൊണ്ട് ശാന്തമായി. കൈകൊണ്ട കൗശികൻ വാരുണം, രൗദ്രം, ഐന്ദ്രം, പാശുപതം, ഐഷികം എന്നീ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. പിന്നെ മാനവം, മോഹനം, ഗാന്ധർവം, സാപനം, ജൃംഭണം, മദനം, സന്താപനം, വിലാപനം തുടങ്ങി അനേകം അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. ഈ അസ്ത്രങ്ങളെല്ലാം ജപശ്രേഷ്ഠനായ വസിഷ്ഠനിൽ പ്രയോഗിച്ചു നോക്കി. എന്തൊരത്ഭുതം! അവയെയെല്ലാം വസിഷ്ഠൻ ബ്രഹ്മദണ്ഡ് കൊണ്ട് ഗ്രസിച്ചു. അവ അടങ്ങിയപ്പോൾ ഗാദിപുത്രൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ബ്രഹ്മാസ്ത്രം എടുത്തത് കണ്ടപ്പോൾ അഗ്നി തുടങ്ങിയ ദേവന്മാരും ദേവർഷികളും ഗന്ധർവന്മാരും ഉരകങ്ങളും സംഭ്രാന്തരായി. ബ്രഹ്മാസ്ത്രം അയച്ചപ്പോൾ ലോകങ്ങൾ മൂലം വിറകൊണ്ടു. മഹാഘോരമായ ബ്രഹ്മാസ്ത്രത്തെ ബ്രഹ്മതേജസ്സിന്റെ ശക്തി മൂലം വസിഷ്ഠൻ ബ്രഹ്മദണ്ഡത്താൽ ഗ്രസിച്ചു. ബ്രഹ്മാസ്ത്രം ഗ്രസിച്ച മൂലം വസിഷ്ഠന്റെ രൂപവും ത്രിലോകങ്ങളെയും മോഹിപ്പിക്കുമാറ് രൗദ്രവും ദാരുണവുമായി തീർന്നു. വസിഷ്ഠന്റെ സകല രോമകുപങ്ങളിൽ നിന്നും പുകയെരിഞ്ഞ തീയിൽ നിന്നെന്ന പോലെ തീപ്പലുകൾ പറന്നു. വസിഷ്ഠന്റെ കയ്യിലെ ബ്രഹ്മദണ്ഡം കാലാഗ്നി പോലെയും യമദണ്ഡം പോലെയും ഉജ്ജ്വലിച്ചു. അപ്പോൾ മാമുനികൾ വസിഷ്ഠനെ വാഴ്ത്തി, ബ്രഹ്മൻ, അങ്ങയുടെ ബലം അമോഘം തന്നെ. അഗ്നിയെ അഗ്നി കൊണ്ടടക്കുക. മഹാബലനായ വിശ്വാമിത്രൻ അങ്ങയാൽ കീഴടക്കപ്പെട്ടു. ലോകത്തിന്റെ അകറ്റട്ടെ. ഇത് കേട്ട വസിഷ്ഠൻ ശമം പൂണ്ടു. പരാജിതനായ വിശ്വാമിത്രൻ നെടുവീർപ്പ് വിട്ടുകൊണ്ട് പറഞ്ഞു, ക്ഷത്രിയ ബലം മോശം, ബ്രഹ്മബലം തന്നെ ബലം. ഒരൊറ്റ ബ്രഹ്മദണ്ഡ് കൊണ്ട് എന്റെ സർവാസ്ത്രങ്ങളും ഇത് ഹനിക്കപ്പെട്ടുവല്ലോ. ഇത് കണ്ടിട്ട് ഞാൻ പ്രസന്നചിത്തനായി ബ്രഹ്മതത്വ പ്രാപ്തിക്കായി വീണ്ടും തപസ് ചെയ്യണം എന്ന ചിന്തയോടെ വിശ്വാമിത്രൻ അവിടെ നിന്നും പുറപ്പെട്ടു. ഇനി തുടർന്നുള്ള അധ്യായങ്ങളിൽ 57-ാം അധ്യായം മുതൽ ത്രിശങ്കു, സ്വർഗാരോഹണം തുടങ്ങിയ കഥകളാണ്. ഹരിശ്ചന്ദ്രന്റെ കഥകളും തുടങ്ങിയ കഥകളൊക്കെ വരുന്നു പിന്നാലെ. അത് കഴിഞ്ഞ് ജനകന്റെ ചാപപ്രദർശനം, ചാപം ശ്രീരാമൻ ഉയർത്തുന്നതും സീതയെ വേൽക്കുന്നതുമായ രാമസീതാ വിവാഹവും എല്ലാമാണ് തുറന്നു വരുന്നത്. അത് പിന്നീട് വായിക്കാം. ഇപ്പോൾ ഇവിടെ നിർത്താം. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹര നമ പാർവതീപതയേ, ഹര ഹര മഹാദേവ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ജയ ജയ ശ്രീ മഹാദേവിയേ നമ. ഹരി ശ്രീ ഗണപതയേ നമ. വിഘ്നമസ്തു. ഓം ഗും ഗുരുഭ്യോം നമഃ. നമസ്തേ. നമ്മൾ 49-ാം അധ്യായത്തിൽ